എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ കാണിക്കുക നവ്യാണ് കേട്ടോ. നവ്യ ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും വിഷുവായിട്ട് നീ എനിക്ക് ഗിഫ്റ്റൊന്നും വാങ്ങി തരില്ലെന്നാണ് ഞാൻ വിചാരിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, കല്യാണത്തിന് മുമ്പ് ഞാൻ നിനക്ക് ഡയമണ്ട് റിങ്ങൊക്കെ വാങ്ങി തന്നതിനെ കുറിച്ചൊക്കെ നിനക്ക് ഭയങ്കര പരാതിയായിരുന്നല്ലോ. ഇനിയിപ്പോൾ ആ പരാതിയൊന്നും ഇല്ലല്ലോ, അതൊക്കെ നിർത്തിക്കോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, നീ പരാതി തീർക്കാൻ വേണ്ടിയിട്ടാണോ എനിക്ക് വാങ്ങി തന്നെന്നൊക്കെ എന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ 2 പ്രാവശ്യം ഇവിടെ വന്നു, 2 പ്രാവശ്യവും ഞാൻ വെറും കൈയോടെ അല്ലല്ലോ വന്നത്, നിനക്ക് വിലപിടിപ്പുള്ള സമ്മാനങ്ങളുമായിട്ടല്ലേ ഞാൻ വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, അത് നീ എനിക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങി തന്നാലും എനിക്ക് സന്തോഷം തന്നെയാണ്. എന്തായാലും ഇപ്പോൾ സ്വർണത്തോടും അതുപോലെ തന്നെ പണത്തോടും ഉള്ള നവ്യ ഞാൻ, ആ നവ്യ മരിച്ചുപോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഭർത്താവാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അതെനിക്കറിയാം നവ്യ, അതുകൊണ്ടല്ലേ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നിൻ്റെ സന്തോഷം തന്നെയാണ് ഇപ്പോൾ നിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർമാർ പറയാറുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പറയാണ്, അതെങ്കിൽ പിന്നെ നിനക്കിതൊക്കെ മുന്നേ ചെയ്തുകൂടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അത് നീ അവിടെ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് അത്രയ്ക്ക് അറിയില്ലായിരുന്നു. നീ അവിടെ നിന്ന് പോയതിന് ശേഷം ഞാൻ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുക. എങ്കിൽ പിന്നെ നാളെ നീ എനിക്ക് ഗിഫ്റ്റ് തന്നാൽ മതിയായിരുന്നു വിഷുവായിട്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നാളെ ഞാൻ വരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമാവുകയാണ് നവ്യയ്ക്ക്. എന്നിട്ട് ഉറപ്പായിട്ടും നാളെ വരുമെന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റില്ല, ഞാൻ ഇങ്ങോട്ട് വരുന്നതിൽ അമ്മയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം ഭാര്യയെ കാണാൻ വരുന്നതിന് അമ്മയ്ക്ക് എന്താ ഇത്ര പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അഭി പറയാണ്, അങ്ങനെ നീ എൻ്റെ അമ്മ ഇങ്ങനെ കുറ്റമൊന്നും പറയണ്ട, ആദർശേട്ടൻ നയനേട്ടത്തെ കാണാൻ വരുമ്പോൾ അമ്മായി അവിടെ കിടന്ന് ഉണ്ടാക്കുന്ന പ്രശ്നത്തിൻ്റെ അത്രയൊന്നും ഉണ്ടാകുന്നില്ലല്ലോ എൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, എന്തായാലും ചിലപ്പോൾ അമ്മായിക്ക് നയനയോട് ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് അഭി പറയുന്നുണ്ട്, എന്തായാലും അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല, ഈ ജന്മ അവർക്ക് നയനയെടുത്ത് സ്നേഹിക്കാനും കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് പറയാണ്, എന്തായാലും നീ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ജ്യൂസ് മാത്രമല്ലേ കുടിച്ചുള്ളൂ, ഇന്നിപ്പോൾ എന്തായാലും നീ എന്നോടൊപ്പം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും പോയി ഫുഡൊക്കെ എടുത്ത് വെക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നവ്യ ഭയങ്കര സന്തോഷത്തിലേക്ക് അടുക്കളയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അപ്പം ഇങ്ങനെ മനസ്സ് വിചാരിക്കുന്നുണ്ട്, ഒരു യക്ഷി വന്നതുകൊണ്ട് അടുത്ത് എന്തായാലും ഈ രാക്ഷസി ഞാൻ സഹിച്ചാലേ പറ്റുള്ളൂ. കാര്യം എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എവൾ പോലും എൻ്റെ കൂടെ കാണില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടോ അബി. അടുത്തായിട്ട് കാണിക്കുക ദേവേനെയും നയനേനെയും കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ കാറിലിങ്ങനെ പോവുകയാണ് ചെയ്യുക. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ ഞാൻ എന്തായാലും വിഷുക്കോടിയൊക്കെ വാങ്ങി തന്നതിന് ശേഷം ഞാൻ ടാക്സി പറഞ്ഞു വിടാമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഇത്രയും റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ, ഇപ്പം തന്നെ നല്ല വൈകിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, എന്തായാലും ഞാൻ മോളെ സ്നേഹിച്ചതിന് ശേഷം ആദ്യമായിട്ട് വരുന്ന വിഷു അല്ലേ, അപ്പോൾ മോൾക്ക് എന്ത് തന്നെ വാങ്ങി തന്നാലും മതിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് നയന പറയുന്നുണ്ട്, എന്തായാലും അബി ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നതെങ്കിൽ നവ്യ ചേച്ചിയെ കാണാൻ വന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണല്ലേ അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്തായാലും അബിയുടെ അമ്മയുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ല, അവരൊക്കെ എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി മറ്റുള്ളവരെ അടുത്ത് കൂടുന്ന ആൾക്കാരാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനന്തപുരിയിലെ ഭാര്യമാരെ സ്നേഹിക്കാത്ത ഭർത്താക്കന്മാരെ അവിടെ എന്തായാലും അംഗീകരിക്കാൻ സാധ്യതയില്ല, അത് അവർക്ക് രണ്ടുപേർക്കും അറിയാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അനിയുടെ കാര്യത്തിലാണെങ്കിൽ അതിന് ഒരു പരിധി വരെ അനാമികയും കാരണമാണെന്നൊക്കെ അച്ഛനും അമ്മയും പറയാറുണ്ടെന്നൊക്കെ ഇങ്ങനെ ദേവയാനി ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, എനിക്ക് അമ്മയടുത്തൊരു ഒരു കാര്യം പറയാനുണ്ട്, എന്തായാലും നാളെ അമ്മ അനാമികയ്ക്കൊരു സാരി വാങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ അത് അവൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മോളോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാം, എനിക്ക് ഇപ്പം തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് രണ്ടുപേരും. അടുത്തായിട്ട് അനന്തപുരിയാണ് കേട്ടോ കാണിക്കുക. അപ്പോൾ നവ്യയുടെ കാര്യം ഇങ്ങനെ മുത്തശ്ശി പറയുകയാണ്, ആബി ഇടയ്ക്കിടയ്ക്ക് നവ്യയെ കാണാൻ പോകുന്നുണ്ടെന്നും അത് പറഞ്ഞ് വിളിക്കാറുണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, അങ്ങയുടെ ഉപദേശമൊക്കെ കേട്ടിട്ടായിരിക്കും അതിന് ഫലം ഉണ്ടായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുകയാണ്, എന്തായാലും അവൻ എന്നെ പേടിയാണ്, ഇനി അതുകൊണ്ടാണോ എന്നറിയില്ല. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉപദേശം കേട്ടിട്ട് സ്വന്തം ഭാര്യയെ സ്നേഹിക്കാൻ പോകുമ്പോൾ അതിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ അവൻ്റെ അമ്മയെ കുറുക്ക് വഴികളൊക്കെ സ്വീകരിക്കുന്നതാണ്
പറയാണ് ഇനി അതല്ലേ അവിടെയല്ലേ മോൻ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം മുത്തശ്ശൻ പറയാണ് നമ്മുടെ കൊച്ചുമക്കളിൽ ആദ്യമായിട്ട് അച്ഛനാവാൻ പോണത് അവനാണ്. അവന് ഈ കാണിക്കുന്നതൊന്നും ആത്മാർത്ഥ അല്ലെങ്കിൽ നയനയുടെയും കുഞ്ഞിൻ്റെ കാര്യമാണ് കഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോഴത്തേക്കും അവിടേക്ക് ദേവയാനി വരുന്നുണ്ട്. അടുത്തായിട്ട് ദേവയാനി ഇങ്ങനെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, വന്നല്ലോ നമ്മുടെ മൂത്ത മരുമകൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എവിടെ പോയതാ, എത്ര നേരം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നത്, നിനക്ക് കയ്യിലെ കവർ കണ്ടാൽ അറിയില്ലേ, നല്ല രീതിയിൽ ഷോപ്പിംഗ് ഒക്കെ നടത്തിയോ മോളെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയുകയാണ് വിഷു അല്ലേ അച്ഛാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ കവർ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, എന്തിനാണ് ഞങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിച്ചത്, ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, വിഷു അല്ലേ അച്ഛാ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ പറയണേ, അതൊക്കെ ശരിയാ, സന്തോഷിച്ചോളൂ, നിൻ്റെ മരുമകൾക്ക് നീ എന്താ വാങ്ങിക്കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ അത് പറഞ്ഞപ്പോൾ നീ എന്താ മിണ്ടാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നയന മോള് നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഐശ്വര്യമുള്ള കുട്ടിയാണ് നയന മോള്, നല്ല ഭാഗ്യമുള്ള കുട്ടിയാണ്. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്നിരുന്നാൽ പോലും അവൾക്കൊന്നും ആവശ്യമില്ല എങ്കിലും എല്ലാം ആവശ്യമുള്ളതൊക്കെ ആദർശ് വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് വാങ്ങാനുള്ള കാശുമുണ്ട്. എങ്കിലും അമ്മായിയമ്മ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേകതയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, അത് അച്ഛൻ പറഞ്ഞ് ശരി തന്നെയാണ്, എല്ലാവരും അവൾക്ക് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനും കൂടെ എന്തിനാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയില്ല, നയനമൊക്കെ എന്ത് വാങ്ങിച്ചു കൊടുത്താലും മതിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ എന്തിനാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്, എനിക്ക് അങ്ങനെയാണെങ്കിൽ ഈ വിഷുവിന് എനിക്ക് കരൾ ദാനമായി തന്ന പെൺകുട്ടിക്കല്ലേ ഞാൻ നല്ല വിലപിടിപ്പുള്ള ഗിഫ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും മുത്തശ്ശൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ദേവയാനി, അല്ലാതെ അപ്പോഴത്തേക്കും പറയാം, അതൊക്കെ അങ്ങ് പോട്ടെ, ഇനിയിപ്പോൾ അതിൻ്റെ കാര്യമൊന്നും സംസാരിക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയണം, ഞാൻ അതിൻ്റെ കാര്യം വല്ലതും പറയുന്ന സമയത്തേക്ക് പിന്നെ ഉടനെ അഹങ്കാരം പിടിച്ച എൻ്റെ മരുമോളുടെ കാര്യമായിരിക്കും ഇവിടെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ദേവേനി അങ്ങ് പോവുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്ക് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, പറഞ്ഞത് കേട്ടില്ല, അഹങ്കാരം പിടിച്ച മരുമകളെന്ന്, അവളെപ്പോലെ നല്ലൊരു മരുമോളെ കിട്ടിയ ദേവേനി ഭാഗ്യവതിയാണെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട്. ഇനി ഈ കാര്യം പറയേണ്ട സമയമായോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും ഇനിയിപ്പോൾ പറയണ്ട, ഇനിയിപ്പോൾ ഉള്ള സന്തോഷം കളയണ്ട, ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ ദേവേനി കേൾക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചിരിച്ചിട്ടൊക്കെ ദേവേനി അങ്ങ് പോവുകയാണ് ചെയ്യുക. അടുത്തായിട്ട് കനകയും നവിയാണ് കേട്ടോ കാണിക്കുക. അപ്പോൾ കനക പറയുന്നുണ്ട്, ഇപ്പോഴാണ് എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയ്ക്ക് വന്നത്, അബി എന്തായാലും വന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട്, അബിയുടെ മാറ്റം വിശ്വസിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ ഇങ്ങനെ നവിയോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നവിയ പറയാണ്, അതെന്തായാലും കൂടുതൽ വിശ്വസിക്കേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം അവൻ നിറം മാറുന്ന ടൈപ്പാണ്, അതിനെക്കാട്ടിയും ഇതാണ് അവൻ്റെ അമ്മയും, അതുകൊണ്ട് ഇത് കൂടുതലായിട്ട് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് കരയേണ്ടി വരും, അതാണ് എൻ്റെ അനുഭവം എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാണ്. എന്നിട്ട് പറയാണ്, എങ്കിലും അവൻ വരെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല ആശ്വാസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനക പറഞ്ഞ്, എല്ലാവരെയും ഉപദേശം കേട്ട് കേട്ട് ഇനി മാനസാന്തരം വല്ലതും വന്നതാണോ എന്നറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് നയന വരെയാണ് കേട്ടോ ചെയ്യുക. എന്നിട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, അബി പോയായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ, അബി പോയായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നയനയുടെ കയ്യിൽ കുറേ കവറുകളായിട്ടൊക്കെയാണ് വരുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, വിഷുവായിട്ട് അമ്മ കുറേ ഡ്രസ്സുകൾ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുക. അപ്പോഴത്തേക്ക് നവ്യ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ രണ്ടുപേരും കൂടെ കറങ്ങി നടക്കുമ്പോൾ പരിചയക്കാരൊക്കെ കാണില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാണ്, അത് പരിചയക്കാരൊന്നും ഇല്ലാത്ത കടയിലാണ് കയറുന്നത്, അങ്ങ് ദൂരെയാണ് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കനക പറയുന്നുണ്ട്, എല്ലാം ഒന്ന് നോക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, നോക്കാനൊന്നുമില്ല, ഇതെല്ലാം വാങ്ങിയതിന് ശേഷം ബില്ല് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി, ഞാൻ കാശ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മയമ്മ സമ്മതിച്ചതുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പറയാണ്, അതിപ്പോൾ നീ അവരുടെ ജീവനല്ലേ നിലനിർത്തിയത്, അതുകൊണ്ട് അതിനെക്കാട്ടി വലുതൊന്നും ഒന്നുമില്ലല്ലോ, അതുകൊണ്ട് അവർ നിനക്ക് എന്ത് വാങ്ങി തന്നാലും മതിയാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ശേഷം സാരിയൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും കനകയ്ക്ക് 2 സാരിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമാവുകയാണ് ചെയ്യുക. അങ്ങനെ നവ്യയ്ക്ക് എടുത്തൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, ഇതൊക്കെ നിൻ്റെ സെലക്ഷനാണോ, അടിപൊളി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കനക പറയുകയാണ്, ഇപ്പോഴല്ലേ ആദർശമോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സൊക്കെ വാങ്ങിയത്, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ കനക ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അമ്മേ, ഇതിൽ നന്ദുവിനും അച്ഛനും ഉള്ളതും കൂടെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്.
അടുത്തതായിട്ട് നന്ദുവിനെയും അതുപോലെ തന്നെ അനിയനായിട്ടാണ് കാണിക്കുക. അപ്പോൾ അനി ഇങ്ങനെ നന്ദുവിനെ ഫോൺ ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്കും നന്ദു കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ഇങ്ങനെ ദേവയാനി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ മോളിങ്ങനെ വരരുതെന്നും അതുപോലെ തന്നെ വന്നാലും മോള് ഒഴിവായി പോകണമെന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല നന്ദു. അപ്പോൾ അനി ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുകയാണ് കേട്ടോ ചെയ്യുക. അതിനുശേഷം പിന്നെയും അനി വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദു എടുക്കുന്നില്ല. എന്നിട്ട് വിചാരിക്കുകയാണ് ചിലപ്പോൾ ബിസി ആയിരിക്കും, അല്ലെങ്കിൽ വിഷുവൊക്കെ അല്ലേ. എന്നിട്ട് അനി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, 2 കോളൊക്കെ വന്നാൽ അവിടെ എടുക്കേണ്ടതാണല്ലോ, ചിലപ്പോൾ തിരിച്ച് വിളിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് അനിയും ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദുവിനാണെങ്കിൽ ഭയങ്കര വിഷമത്തിലാണ് നന്ദു. അടുത്തായിട്ട് അനിയാണെങ്കിൽ അനിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഫ്രണ്ട്സ്, നന്ദു ഉടനെ വരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട്, അത് തന്നെ എനിക്കും ചോദിക്കാനുണ്ട്, നന്ദു ഉടനെ വരുമോ, നിങ്ങൾ വിളിച്ചില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയാണ്, നീയല്ലേ വിളിച്ചത്, നീ വിളിച്ച് ഉറപ്പ് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അവൾ വരില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയാണ്, അവളങ്ങനെ ഉറപ്പൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നോക്കാമെന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഞാനാണെങ്കിൽ ഇപ്പോൾ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയാണ്, എങ്കിൽ നിങ്ങളൊന്ന് വിളിക്കാമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ പറയണ അതിനെന്താ, ഞങ്ങൾ വിളിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് വിളിക്കുകയാണ് ചെയ്യുക. അപ്പോഴത്തേക്കും നന്ദുവിന് കോൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നന്ദു ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ, അയ്യോ മിക്കവാറും ഇത് എടുത്തില്ലെങ്കിൽ പ്രശ്നമാവും, അനി മിക്കവാറും പറഞ്ഞ് വിളിപ്പിച്ചിരിക്കണമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാകേഷ് എന്ന് പറയുന്ന ഫ്രണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നീ വരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയാണ്, ഞാനിന്ന് വരുന്നില്ല. നീ പിന്നെ അനി വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, എനിക്ക് അവനോടൊന്നും സംസാരിക്കാനില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സംസാരിക്കാനില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കിനി അതിനെപ്പറ്റിയൊന്നും പറയാനില്ല, ഞാൻ വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നന്ദു പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ ചെയ്യുക. എന്നിട്ട് രാകേഷ് ഇങ്ങനെ അനിയോട് പറയുന്നുണ്ട്, അവൾ വരുന്നില്ലെന്നാ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട് പറയുന്നുണ്ട്, എന്തായാലും വീട്ടിൽ നിന്ന് നല്ല ഉപദേശം കിട്ടി കാണും, അതുകൊണ്ടായിരിക്കും അവൾ വരാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയാണ്, ഇന്ന് അവൾ ഇവിടെ വന്നേ പറ്റുള്ളൂ, വന്നില്ലെങ്കിൽ പിന്നെ എനിക്ക് അവളെ കാണാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പറയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ വിഷുവായിട്ട് എല്ലാവരും കൂടെയൊക്കെ പോയി അവർക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും വേറൊരു ഫ്രണ്ട് പറയാണ്, എങ്ങനെ എല്ലാവരും കൂടെ ഒരുമിച്ച് ചെന്ന് അവിടെ അമ്മയെ വല്ലതും വിളിച്ച് പറയും, അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയി വഴിതെറ്റിക്കുന്നതെന്നാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയണം, അനി നിങ്ങളെ കൊണ്ട് പറ്റുമോ അവളെ വഴിതെറ്റിക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെയൊന്നും ഇല്ലെങ്കിലും പക്ഷേ നീയും നന്ദുമായിട്ടുള്ള അടുപ്പം അവരെയൊക്കെ ഭയങ്കര ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ ഇങ്ങനെ രാകേഷ് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് രാകേഷ് പറയുന്നുണ്ട്, എന്നിരുന്നാലും അന്ന് അവൻ്റെ അമ്മയോടും അച്ഛനോടൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതല്ലേ, എന്നിട്ട് അവരെ മുൻകൈ എടുത്ത് നടത്താനുള്ളതിന് പകരം അവരിങ്ങനെ അവരായിട്ടല്ലേ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ്, എന്തായാലും നീയും അനാമികയും തമ്മിലും എന്തായാലും ഒരുമിക്കാൻ പോകുന്നില്ല, അപ്പോൾ പിന്നെ എന്തായാലും രണ്ടുപേരും രണ്ട് വഴിക്കാവും, അപ്പോൾ പിന്നെ സ്നേഹിച്ച പെണ്ണെ തന്നെ കിട്ടുന്നതല്ലേ നല്ലത് എന്നൊക്കെ ഇങ്ങനെ രാകേഷ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനിയും പറയാണ്, നിങ്ങൾ ഇതുപോലെ തന്നെ എൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെ ഇങ്ങനെ അനി പറയാണ്. എന്നിട്ട് അനി പറയുന്നുണ്ട് കേട്ടോ, എന്തായാലും ഇന്ന് ഞാൻ അവളെ ഇവിടെ വരുത്തും, എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അടുത്തായിട്ട് നയനയും ദേവേനെയാണ് കേട്ടോ കാണിക്കുക. അങ്ങനെ നയനയും ദേവേനെയും ഫോൺ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, വിഷു ഒരുക്കങ്ങളൊക്കെ എവിടം വരെ ആയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയാണ്, നാളെ രാവിലെ എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം, വിഷു കൈനീട്ടം തരാനെന്നൊക്കെ ഇങ്ങനെ ദേവേനി പറയാണ്. അപ്പോഴത്തേക്കും ചോദിക്കുകയാണ്, അമ്മ എപ്പോഴാണ് വരിക എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രാവിലെ ഞാൻ എന്തായാലും അമ്പലത്തിൽ പോയിട്ട് അതുവഴി നേരെ അങ്ങ് വരും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ചോദിക്കുകയാണ്, അമ്മ എന്തെങ്കിലും കഴിച്ചോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇല്ല ഇതുവരെ ഒന്നും കഴിച്ചില്ല, ഇവിടെ വിഷുക്കണി ഒരുക്കുന്ന തിരക്കിലാണ് എല്ലാവരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, സത്യത്തിൽ മോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഒരു വിഷമമുണ്ട് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാണ്, അത് നന്ദു നാളെ അങ്ങോട്ട് പോവുകയല്ലേ അമ്മ, അതുകൊണ്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കാമെന്ന് വിചാരിച്ചെന്നൊക്കെ ഇങ്ങനെ നയനയും പറയാണ്. എന്നിട്ട് ദേവേനി ചോദിക്കുന്നുണ്ട്, ആദർശ് വിളിച്ചായിരുന്നോ എന്നൊക്കെ ഇനി ചോദിക്കുമ്പോൾ ഇന്ന് എന്തായാലും ഇങ്ങോട്ട് വിളിച്ചിട്ടില്ല, ഞാൻ ഇനി അങ്ങോട്ട് വിളിച്ച് നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടുപേരും വിഷു ആശംസകളൊക്കെ നേർന്നിട്ട് ഫോൺ കട്ട് ചെയ്യണം കേട്ടോ ചെയ്യുക.
അടുത്തായിട്ട് നയനയും നവ്യയും അതുപോലെ തന്നെ കനകയും നന്ദു എല്ലാവരും കൂടെയൊക്കെ ചേർന്ന് വിഷുക്കണിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും കനക ചോദിക്കുന്നുണ്ട്, എന്തായാലും മോൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും വിഷമമായി കാണുമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, അത് എന്തായാലും നയനയുടെ ഇത് കണി വയ്ക്കാനുള്ള മിടുക്കൊക്കെ അവിടെ എല്ലാവർക്കും അറിയാമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദുവും പറയുന്നുണ്ട്, അവിടെ ആദർശേട്ടനെക്കാട്ടി ഏറ്റവും വിഷമം ആദർശൻ്റെ അമ്മയ്ക്കായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവിടെ ഇല്ലാത്തതാ എനിക്ക് തന്നെ നല്ലത്. കാര്യം വേറൊന്നുമല്ല, എനിക്ക് വിഷുവായിട്ട് നല്ലത് കേൾക്കണമെന്ന ആഗ്രഹം. അവിടെ ഉണ്ടെങ്കിൽ അനാമികയും അതുപോലെ തന്നെ ഇളമയും എല്ലാവരും എന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. അതിനെക്കാട്ടിയും നല്ലത് നല്ല രീതിയിൽ അവിടെ നിൽക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ തന്നെ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അനാമികയ്ക്ക് ഇഷ്ടാവില്ല. അതുകൊണ്ട് അനാമികയിൽ ഈ വർഷത്തെ വിഷു നല്ല രീതിയിൽ പോട്ടെ എന്നാൽ ഞാൻ. അടുത്തായിട്ട് അനിയെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയൊക്കെയാണ് കാണിക്കുക. അനി ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ. എന്നിട്ട് ഫ്രണ്ട്സിനോട് ഇങ്ങനെ പറയാണ്, എനിക്കിതിരെ അന്നത്തെ പോലെ മദ്യപിച്ചെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രകേഷ് പറയാണ്, നീ ഇനി ആവശ്യമില്ലാത്ത പണിക്ക് തുടങ്ങല്ലേ എന്നൊക്കെ ഇങ്ങനെ അവർ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞങ്ങളൊന്ന് നന്ദുവിൻ്റെ വീട് വരെ പോവാം, അവിടെ എന്തെങ്കിലും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, എന്തായാലും നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ കൂടെ നന്ദുവും കാണണം, ഇല്ലെങ്കിൽ ഞാൻ ഇല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് പറയുന്നുണ്ട്, നീ ഇങ്ങനെ വിഷുവായിട്ട് ഇല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ, അത് നിൻ്റെ വീട്ടുകാർക്ക് സഹിക്കാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട്, സാധാരണ കുടുംബമല്ല നിൻ്റെത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയാണ്, ആ കുടുംബക്കാർ തന്നെയാ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് രാകേഷ് പറയാണ്, അതിനി പറഞ്ഞിട്ട് കാര്യമില്ല, നീ എന്തായാലും ഇത് ആദ്യമേ തന്നെ ആദർശനോട് പറയണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, എന്നിരുന്നാലും അവളെ വീട്ടുകാർക്ക് എല്ലാ സത്യങ്ങളും അറിയാമായിരുന്നല്ലോ. അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് പറയുന്നുണ്ട്, അതെങ്ങനെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ട് ചേച്ചിമാരും അവിടെ വന്ന് കഷ്ടപ്പെടുകയല്ലേ ചെയ്യുക. അങ്ങനെയുള്ളപ്പോൾ മൂന്നാമത് ഒരാളെയും കൊണ്ട് അവരങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കും ഇനി എന്തായാലും എൻ്റെ ജീവിതം തുലഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് പറയുന്നുണ്ട്, എന്തായാലും നമുക്ക് പോയിട്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും അനി പറയുന്നുണ്ട്, ഞാനും കൂടെ വരാമെന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഫ്രണ്ട്സ് പറയുന്നുണ്ട്, ഒരു കാരണവശാലും വരണ്ട, നീ ഇവിടെ നിന്നാൽ മതി, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്തായാലും നീ ഇപ്പോൾ ഇത് അലമ്പാണ് കാണിക്കുന്നത്, നിനക്ക് അവിടെ ക്യാമ്പിൽ പോയാലും നിനക്ക് പോയി കാണാവുന്നതല്ലേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് അവിടെ പോയി കാണാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ അനിയും പറയാണ്. അങ്ങനെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവരുടെ ഫ്രണ്ട്സ് എന്തായാലും പോവുകയാണ് കേട്ടോ നന്ദുവിൻ്റെ അടുത്തേക്ക്. അപ്പോഴത്തേക്കും അനി ഇങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇവിടെ ഇരിക്കുകയാണ് ചെയ്യുക. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.